ഹലോ, ഇന്നത്തെ വാത്സല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ്, കുഞ്ഞ് വൈഗമോക്ക് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് പാല് മാറി കുടിച്ചതിനാന്നുള്ള കാര്യത്തിനകത്ത് പീഡിയാട്രി പറയുന്നു. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ട് പാല് മാറ്റി കൊടുത്തു എന്നൊക്കെ മീനാക്ഷി അടുത്ത് ACP ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അവിടെ നടക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മൈഥിലിയും വൈശാഖും കൂടെ ഗൈനക്കിനെ കണ്ട് ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ വേണ്ടി പോകുന്നത്. അപ്പം വൈശാഖ് എന്ത് ചെയ്യുവാണ്, ഒരു കള്ളത്തരം പറയുവാണ്. ആദ്യം തന്നെ ഗൈനക് പറയുന്നത് ഇതിന് തൻ്റെ എത്തിക്സിന് എതിരായതുകൊണ്ട് താൻ അത് ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ വൈശാഖ് ഗൈനക്കിൻ്റെ അടുത്ത് ഒരു കള്ളത്തരം പറയുവാണ്. അത് കുട്ടിക്ക് പാൽ കൊടുക്കാത്ത എന്താണെന്നുള്ളതിന് കുട്ടി മരിച്ചുപോയി എന്ന് കള്ളത്തരം പറയുന്നു. ഉടനെ മൈഥിലി ചിന്തിക്കുന്നു, ഇവൻ എന്തൊരു ദുഷ്ടനാ, നോക്കണേ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നു. പിന്നെ ഗൈനക്ക് എന്നാലും പറയും, എന്നാലും ഞാൻ തരത്തില്ല, ചില കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല, അത് എൻ്റെ എത്തിക്സിനെതിരാണ് എന്ന് പറയുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവൻ പറയുന്നു, ഞാൻ ഇവിടുത്തെ തന്നെ സ്റ്റോറിൽ നിന്ന് ഞാൻ നിനക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനുള്ള എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് മേടിച്ചു തരാം, അപ്പോൾ അതൊന്നും കഴിക്കാൻ ഞാൻ തയ്യാറല്ലാതെ മൈഥിലി പറയുന്നെങ്കിലും അതൊന്നും കേൾക്കാൻ വൈശാഖ് വില്ലിങ് അല്ല. അപ്പോഴത്തേക്കും മൈഥിലി ആലോചിക്കുന്നു, ഇവൻ എന്തൊരു സ്വാർത്ഥനാണ്, ACP ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു, കാർത്തിക് എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കുറ്റബോധവും ഖേദവും ഇന്ന് മൈഥിലിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തോന്നി നിൽക്കുമ്പോഴാണ് മൈഥിലി പെട്ടെന്ന് അങ്ങോട്ടേ നടക്കുമ്പം ഈ ACPയും മീനാക്ഷിയും എല്ലാവരും കൂടെ വൈഗമോക്ക് വേണ്ടി നിൽക്കുന്നതിനെക്കുറിച്ച് കാണുന്നു. അപ്പോഴത്തേക്കും ചോദിക്കുന്നു, അവിടെ എന്തോ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ആ കുട്ടിക്ക് എന്തോ പാല് മാറി കൊടുത്തതിന് എന്തോ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളാണ് പാല് കൊടുത്തതെന്ന്. അപ്പം എനിക്ക് വൈകിയെ നോക്കുന്ന പീഡിയാട്രിക്കിനൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ആദ്യം ഇവൾ പറയുന്നത് ഞാൻ അയൽവാസി എന്ന് പറയുന്നു, പിന്നെ പറഞ്ഞ് ഞാൻ കുട്ടിയുടെ അമ്മയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പീഡിയാട്രിക്കിനകത്ത് പോകുമ്പോഴത്തേക്ക് ഇവൾ പറയുന്നുണ്ട്, മാഡം ഇതാണ് അന്ന് സംഭവിച്ചത്, ഞാൻ പാല് ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു, ഇതിന് മുന്നേ കൊടുക്കാൻ ശ്രമിച്ചിട്ടും മോള് കുടിച്ചിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ട് കുടിച്ചപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചു. അപ്പം ഞാനത് പറഞ്ഞത് ഇതറിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്നോ അത് കൊടുത്ത് വേഗത്തിൽ ശരിയാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ACP കേൾക്കുവാണ്. മൈഥിലി വന്നതും മൈഥിലി പാൽ കൊടുത്തതും അതിനൊക്കെ ആ വളർത്തമ്മയായിട്ട് നിന്ന് മീനാക്ഷി സമ്മതിച്ചെന്നുള്ളതെല്ലാം ഇവൾ ഈ പീഡിയാട്രിക്കിൻ്റെ അടുത്ത് പറയുന്ന ആ കുമ്പസാരം മൊത്തം ACP കേട്ടു. ACP കേട്ടത് ACPക്ക് അങ്ങ് വിറഞ്ഞ് കലിയും വന്ന് ACP നേരെ വന്നിട്ട് മീനാക്ഷി അടുത്ത് വന്ന് വരക്കം കണ്ടപ്പോഴേ മീനാക്ഷിക്കാവട്ടെ അവിടെ കൂടെ നിന്നവർക്കാവട്ടെ എല്ലാവർക്കും മനസ്സിലായി എന്തോ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വരുമെന്ന് മനസ്സിലായി. ഇന്ന് എല്ലാ കള്ളത്തരം പൊളിയുന്നാകുമ്പോഴത്തേക്കും മാലതിക്കൊക്കെ പേടിയായി. അപ്പോഴത്തേക്ക് മീനാക്ഷി മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, ഇന്ന് കൊച്ചിന് പാല് വേറെ വല്ലതും മാറ്റി കൊടുത്തോ, നീ സ്ഥിരം കൊടുക്കുന്ന എന്നാണ് കൊടുത്തത്, നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ, അങ്ങനെ ACP മൈഥിലി വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീനാക്ഷി സമ്മതിക്കണത് അത് ACP അവർ അത് കൊടുത്തില്ലെങ്കിൽ അവർ മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട വന്നതാണ്, പിന്നെ അവരുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാതെ കൊടുത്തതാണ്, ACP എന്നോട് ക്ഷമിക്കണം, ACP അടുത്ത് കള്ളം പറയണമെന്ന് എനിക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നത്. നീ ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ കൊല്ലാൻ നോക്കുമല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി എടുത്ത് കയർത്ത് കയറുന്നു. നിന്നെ ഇതിന് സഹായിച്ച ആരാണ്, മാലതിയേട്ടത്തിയാണെന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു, അയ്യോ എന്നെ ആരും സഹായിച്ചില്ല, അവളതിനെ കയറി വന്നതാന്നൊക്കെ പറയുന്നു. പിന്നെ അതിന് ദൈവമ സഹിച്ചിട്ടുണ്ടാന്ന് ചോദിക്കുന്നു. അയ്യോ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും കാർത്തികിന് ഭയങ്കര ദേഷ്യം വന്ന് കാർത്തിക് ഒറ്റ അടി വെച്ചങ്ങ് കൊടുക്കുവാണ് മീനാക്ഷിക്ക് കവളിൽ. അപ്പം മീനാക്ഷി ഇതും കൊണ്ട് കരഞ്ഞുകൊണ്ട് ആരെയും വിട്ടുകൊടുക്കാതെ ആരെയും ഇതിൽ കുറ്റക്കാരിയാക്കാതെ മീനാക്ഷി തന്നെ സ്വയം എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് വെറുതെ കുറ്റക്കാരിയാണ്. ഇനി വീണ്ടും ACP മീനാക്ഷിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീണ് കഴിഞ്ഞു. ഇനി വീണ്ടും ഇതെല്ലാം ഒരുമിച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും ഒരു നേരം എടുക്കും. മൈഥിലി സ്വന്തമായിട്ടും ജീവിക്കത്തില്ല, അടുത്തവനെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള അവസ്ഥയ്ക്ക് മൈഥിലിയുടെ ഓരോരോ കാര്യങ്ങൾ ഈ സീരിയലിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്രയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്